മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ ആപ്പിൾ TV പ്ലസിൻ്റെ ഒറിജിനൽ സീരീസാണ്. ഒരു മിനി സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ 9 എപ്പിസോഡുകളുണ്ട്, 1 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പം ഇതിനെ ഒരു മിനി സീരീസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതാകലല്ലേ ആ സീരീസിനെ, അല്ല ഇതൊരു ഫുൾ ലെങ്ത് സീരീസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു 1 പാർട്ട് സീരീസ് ആയിരിക്കും, ഒറ്റ സീസൺ മാത്രമേ കാണുകയുള്ളൂ. ഒരു വാർ ഡ്രാമയായിരിക്കും ഈ ഒരു സീരീസ്. 2007 പുറത്തിറങ്ങിയ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആ ഒരു പേരിൽ തന്നെയുള്ള മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ എന്നുള്ള പേരിലുള്ള മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ അമേരിക്കാസ് ബോംബർ എന്ന് പറയുന്ന പേരിലുള്ള ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സ്റ്റോറിയാണ്, ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. ആപ്പിൾ TV പ്ലസ് എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ അവരവരുടെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസും ചെയ്തിരിക്കുന്നത്. ഒരു എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഇനി 8 എപ്പിസോഡ് വരാനുണ്ട്. അപ്പം കുറേ അധികം സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് തപ്പി പോവുകയാണെങ്കിൽ 2000 പോലും സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്കയുടെ നാസീസുമായിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറാണ് കാണിക്കുന്നത്. അതിനകത്ത് എയർ വാർ, അതായത് എയർക്രാഫ്റ്റുള്ള എയർഫോഴ്സിൻ്റെ ആ ഒരു ബോംബേഴ്സാണ്, അവരുടെ ഒരു സ്റ്റോറിയാണ്. B-17 എയർക്രാഫ്റ്റിലുള്ള 100th എന്ന് പറയുന്ന ബ്ലഡി 100th ആണോ ആ ഒരു ബോംബേഴ്സിൻ്റെ സ്റ്റോറിയാണ്. ഞാനിങ്ങനെ തപ്പി പോയപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കും സ്റ്റോറി വരുന്നത് നമ്മൾ തപ്പിപ്പോയില്ല, അങ്ങനെ കിട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ആ ഒരു B-17 ബോംബേഴ്സിൻ്റെ സ്റ്റോറിയാണ്. അവരുടെ ലൈഫ് ആ ഒരു വേൾഡ് വാർ സമയത്ത് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവരുടെ കുറേ അധികം ലോസസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു വേൾഡ് വാറിൻ്റെ സമയത്ത്. അത്രയും വലിയ ഒരു ഫ്ലൈറ്റിൽ ഇപ്പം ഫൈറ്റേഴ്സ് വരുന്നു, അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളോടൊക്കെ ഇവർ പിടിച്ചിരിക്കണം ഈ ഒരു ബോംബർ പ്ലെയിനുകൾക്ക്. അവരെങ്ങനെയൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അവർക്കുണ്ടാകുന്ന ലോസസ്, അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും, അതൊക്കെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്നാണ്. അതായത് 1 മണിക്കൂറുള്ള ഒരു ഫസ്റ്റ് എപ്പിസോഡ് യൂഷ്വലി ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ അത്യാവശ്യം നമ്മൾ എൻഗേജിങ് ആയിട്ട് കൊണ്ടുവന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ ലൈഫിൽ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് ആ ഒരു എൻ്റയർ ക്രൂവിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ സംഭവിച്ചേക്കാമെന്നുള്ളത്. അതായത് 10-30 ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ 10-15 പേരൊക്കെ കാണും, 10 പേരൊക്കെ ഉള്ള ഒരു വലിയ എയർക്രാഫ്റ്റിലാണ് ഇവർ പോകുന്നത്, B-17 എന്ന് പറയുന്നത്. അപ്പം ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. മിസ്റ്റേക്കുകൾ ഉണ്ടാവാതെ എങ്ങനെ പോകുന്നു, ഇവർ എങ്ങനെ ഇപ്പോൾ ഒരു മിഷൻ പോകുന്നു, ആ ഒരു മിഷൻ നടക്കുന്നില്ല, ഇവരെങ്ങനെ തിരിച്ചു, അങ്ങനെ കുറേ എഡ്ജ് ഓഫ് ദ സീരീസ് നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സീനുകളൊക്കെ കാണിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേൾഡ് വാർ തുടങ്ങി, ഇവർ ഫസ്റ്റ് മിഷനൊക്കെ വരുന്നു, ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സൊക്കെ വരുന്നു, അവരവരുടെ ലൈഫ് കാണിക്കുന്നു. അങ്ങനെ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ ഒരു 8 എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം നമുക്കൊരു ഫുൾ റിവ്യൂ ചെയ്യാം. ഇതിപ്പം ആ ഒരു നല്ല സീരീസ് ആയതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം എന്ന് പറയാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വാർ ഡ്രാമകൾ, കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ കാണുമെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന സാധനമാണ് ഈ വാർ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് ഓഫ് ബ്രദേഴ്സൊക്കെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ നല്ലൊരു അനുഭവം, വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആപ്പിൾ TV പ്ലസ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആയിരിക്കും മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ എന്ന് പറയുന്നത്. ആപ്പിൾ TV പ്ലസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പ്രതീക്ഷിക്കാം, കുളമാക്കില്ല.